ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെയും സിറിയയിലെ അധിനിവേശത്തിനെതിരെയും ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യ. ഗാസയിൽ പാലസ്തീനികളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി ആ സ്ഥാനത്ത് ജൂത കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള നെതന്യാഹുവിന്റെ ലക്ഷ്യത്തിനെതിരെയാണ് റഷ്യ രംഗത്തെത്തിയിരിക്കുന്നത്. UN രക്ഷാസമിതിയിലെ വിക്ടോറിയയിലൂടെ അമേരിക്കൻ ഇസ്രായേലിനെ സംരക്ഷിക്കുകയാണെന്ന് അമേരിക്കയുടെ സമ്മതത്തോടെയാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരതയെന്ന് റഷ്യ വിമർശിച്ചു. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന യുദ്ധതന്ത്രത്തിന് പിന്നിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അന്താരാഷ്ട്ര സംഘടനയുടെ തീരുമാനങ്ങളെ ധിക്കരിച്ച് 1967 മുതൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കിയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ പുതിയ അനധികൃത വാസസ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഇസ്രായേലിന്റെ പദ്ധതികൾ തുടരുകയും ചെയ്യുന്നു. അതിനായി പാലസ്തീനികളുടെ വീടുകൾ ഇടിച്ചു നിർത്തുകയാണ്. പതിറ്റാണ്ടുകളായി തുടരുന്ന ഇസ്രായേലിന്റെ ഈ ഹീനഹത്യക്ക് വിരാമമിടാൻ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രം സാധിക്കണമെന്ന് റഷ്യയുടെ നിഗമനം. സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ സമ്മതത്തോടെയാണ് പാലസ്തീനികൾക്കെതിരെ ജൂത കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിരിക്കുകയാണ്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ലെബനനിലും സിറിയയിലും വിവേചനരഹിതമായ സൈനിക നടപടികൾ നടത്തി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുന്നതാകട്ടെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ്. ഗാസയിലെ ഇസ്രായേൽ ക്രൂരത തുടങ്ങിയിട്ട് 1 വർഷം പിന്നിട്ടുവെങ്കിലും ഇതിനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വരാത്തത് ആശങ്കപ്പെടുത്തുന്നുവെന്നും റഷ്യ പറയുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മന്ത്രിമാരും ജൂതന്മാരും ഗാസ അതിർത്തിക്ക് സമീപം വൻ റാലി നടത്തിയിരുന്നു. പാലസ്തീനികളെ ആ മേഖലകളിൽ നിന്ന് നീക്കം ചെയ്ത് ജൂതന്മാർക്ക് വ്യാസയോഗ്യമാക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. ഗാസയിൽ ലോകരാജ്യങ്ങൾ ശക്തമായ ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിലും പാലസ്തീനികളെ ഇസ്രായേൽ ഇനിയും കൊന്നൊടുക്കുക തന്നെ ചെയ്യും. അതേസമയം സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ വ്ളാഡിമിർ പുടിൻ രോഷം പ്രകടിപ്പിച്ചു. സിറിയയിൽ ബഷാർ അൽ അസാദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇസ്രായേലാണ് സിറിയയുടെ പ്രധാന ഗുണഭോക്താവ് എന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. സിറിയയിൽ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിനെതിരെയും പുടിൻ പ്രതികരിച്ച കാഴ്ചയാണ് ലോകം കണ്ടത്. സിറിയയിലെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം മൗനം പാലിക്കുമ്പോൾ റഷ്യ മാത്രമാണ് ഇതിനെതിരെ ശക്തമായി പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നത്. സിറിയയിലെ ഇസ്രായേൽ സൈന്യത്തോട് എത്രയും പെട്ടെന്ന് പിന്മാറണമെന്നും പുടിൻ കർശനമായി താക്കീത് ചെയ്തിരുന്നു. കാരണം അമേരിക്കയുടെ ഒത്താശയോടെ ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന അധിനിവേശം തങ്ങളുടെ തന്ത്രപ്രധാന മേഖലയിൽ ഉൾപ്പെടുത്താനാൽ പരസ്പര ബുദ്ധിമുട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ റഷ്യ ലക്ഷ്യമിടുന്നത്. അസാദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത പോരാളികളുടെ സംഘം സിറിയയിൽ അധികാരം ഉറപ്പിച്ചതോടെ ഇവരുടെ കൈകോർക്കാനാണ് പുടിന്റെ തീരുമാനം. മെഡിറ്ററേനിയൻ കടലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ സിറിയൻ പ്രദേശത്താണ് റഷ്യയുടെ ടാർട്ടാസി നാവിക താവളവും ഹേമിംഗ് എയർ ബേസും നിലനിൽക്കുന്നുണ്ട്. 2015 അസാദിന്റെ ഭരണത്തെ രക്ഷിക്കാൻ റഷ്യ സഹകരിച്ചതിന്റെ പ്രതിഫലമായാണ് ബഷാർ അൽ അസാദ് പുടിന് ഇത് സമ്മാനമായി നൽകിയത്. കിഴക്കൻ മെഡിറ്ററേനിയൻ തങ്ങളുടെ സൈനിക ശക്തി ഉയർത്തിക്കാട്ടാനും അമേരിക്കൻ മേധാവിത്വത്തെ വെല്ലുവിളിക്കാനും റഷ്യ ഈ താവളങ്ങൾ ഉപയോഗിച്ചു. അതിനാൽ തന്നെ പ്രദേശത്ത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൈകടത്തലുകൾ എതിരെ ഇപ്പോൾ പുടിൻ രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. രാജ്യത്ത് റഷ്യയുടെ വ്യോമ നാവിക താവളങ്ങൾ നിലനിർത്താൻ മോസ്കോ ഡമാസ്കസിലെ പുതിയ ഭരണാധികാരിക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. 2015 മുതൽ സിറിയയിലെ റഷ്യയുടെ സൈനിക ഇടപെടലിനെ തുടർന്ന് രാജ്യം ഒരു തീവ്രവാദ കേന്ദ്രമായി മാറുന്നത് തടയാൻ സഹായിച്ചതായും പുടിൻ ചൂണ്ടിക്കാട്ടി. അതേസമയം പുടിന്റെ ഇസ്രായേൽ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വഷളാക്കുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. എന്നാൽ റഷ്യയും സയനിസ്റ്റ് ഭരണകൂടം തമ്മിലുള്ള ബന്ധത്തെ ഇത് ദോഷകരമായി ബാധിക്കാനിടയില്ലെന്നാണ് മധ്യേഷ്യയിലെ നയതന്ത്രന്മാരുടെ വിലയിരുത്തൽ. പുടിനും നെതന്യാഹുവും തമ്മിൽ ശക്തമായ വ്യക്തിഗത ബന്ധം പ്രകടമാക്കുന്നുണ്ടെങ്കിലും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇസ്രായേൽ മധ്യേഷ്യയിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് എതിരെ റഷ്യ മാത്രമാണ് ഇപ്പോൾ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നത്. സിറിയയെയും ഗാസയെയും ലെബനനെയും കൂട്ടക്കുരുതിക്കെതിരെ സൗദി ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ഒന്നും മിണ്ടാതെ ഇത്ര ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളും അധിനിവേശവും ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ലെബനനിലെയും ഹിസ്ബുള്ളയും ഹമാസും അതിരൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും അമേരിക്കയിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്നും ഇരു സംഘടനകളും അറബ് രാജ്യങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. സിറിയയെ റഷ്യയുടെ ഇടപെടലോടെ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ മുട്ടിടിച്ചിരിക്കുകയാണ്. റഷ്യ ഒന്ന് തൊടുത്തുവിട്ടാൽ തീരുന്നതേ ഉള്ളൂ അമേരിക്കയും ഇസ്രായേലും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമേ ഇല്ല.